വലിയ കോളിളക്കത്തോടെയാണ് ട്രംപ് അധികാരത്തിലെത്തിയത്. അധികാരത്തിൽ കയറിയിട്ട് 8 മാസം പിന്നിട്ടു. സമീപകാലത്ത് ട്രംപും പുടിനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിലെ ഹസ്തദാനം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി തീരുകയാണ്. ഇപ്പോഴിതാ ഒരു 2 ആഴ്ചയ്ക്ക് മുകളിലായി ട്രംപ് ചിത്രത്തിലില്ല. ട്രംപിന് എന്തു പറ്റി? എവിടെ? ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിന് ഇത്രയും നാൾ തിരശ്ശീലയ്ക്കകത്ത് മാറി നിൽക്കാൻ പറ്റുമോ? വളരെ ഊഹാപോഹങ്ങൾ നിറഞ്ഞ ഒരു കാലത്താണ് സാർ ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ വർഷങ്ങളിൽ ഈ ആഗസ്റ്റ് 15-ാം തീയതിയായിരുന്നു അലാസ്കയിൽ റഷ്യ പുടിനുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഉച്ചകോടി നടക്കുന്നത്. ഈ അലാസ്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അലാസ്ക ഒരിക്കൽ റഷ്യ അമേരിക്കയ്ക്ക് വിറ്റ ഒരു പ്രവിശ്യയാണ്. യഥാർത്ഥത്തിൽ അവിടെയുള്ള ആൾക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാരും റഷ്യൻ ഒറിജിനലുള്ള ആൾക്കാരാണ്. പ്രദേശം വിറ്റു എന്നുള്ളൂ, പലർക്കും റഷ്യൻ പേരുകളാണുള്ളത്. അപ്പോൾ അവിടെ വെച്ച് നടന്ന ഒരു സമ്മിറ്റിന് ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടെ കണ്ട ഒരു ഈവൻ്റായിരുന്നു. ആഗസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലാസ്ക ഉച്ചകോടിയായിരുന്നു. അലാസ്ക ഉച്ചകോടിയിൽ പ്രസിഡൻറ്റ് ട്രംപ് പുടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും കൈയടിക്കുന്നതുമൊക്കെ നമ്മളൊക്കെ വളരെ കൗതുകത്തോടെ കണ്ട ഒരു കാഴ്ചയാണ്. പക്ഷേ അപ്പോൾ ഒരു ഹസ്തദാനത്തിന് ശേഷം ഈ പ്രസിഡൻറ്റിനെ പൊതുപരിപാടികളിൽ ഒന്നും കണ്ടില്ല എന്നുള്ളത് ചിലപ്പം പുള്ളിക്കാരൻ എന്തെങ്കിലും അസുഖമായിട്ട് വിശ്രമിക്കുകയായിരിക്കാം എന്നുള്ളത് കണ്ടു. അപ്പോൾ പലപ്പോഴും അദ്ദേഹം ഇതിനിടയ്ക്ക് വന്ന പബ്ലിക് ഫംഗ്ഷനിലെല്ലാം പുള്ളിക്കാരൻ്റെ വലത് കൈയുടെ പത്തിയുടെ പിൻഭാഗം മറയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടു. അതിനകത്ത് മേക്കപ്പ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഇന്നലെ പുറത്തു വന്ന ഒരു ചിത്രത്തിൽ പുള്ളിക്കാരൻ്റെ പേരമകനുമായിട്ടുള്ള ഒരു ഗോൾഫ് കളിക്കാൻ പോകുമ്പോൾ ഇടത് കൈയിലും അതേ രീതിയിലുള്ള ഒരു പാച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ റഷ്യയുടെ ഇപ്പോഴത്തെ പുടിൻ എന്ന് പറയുന്നത് ഒരു മുൻ KGB ചാരനായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ അവർ ഏത് രീതിയിലുള്ള മാർഗവും, അതിനകത്ത് മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല, ശത്രു എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. ശത്രുവിനെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ അവരൊക്കെ ശ്രമിക്കും. അതിപ്പോൾ റഷ്യയുടെ മേൽനോട്ടത്തിൽ നടന്നിട്ടുള്ള കെമിക്കൽ മരണങ്ങൾ ധാരാളമാണ്. നമുക്ക് വിരലെണ്ണാവുന്ന തന്നെ ഒരു 5 എണ്ണമുണ്ട് നമുക്കറിയാമെന്നുള്ളത്. അല്ലാതെ കൊല്ലപ്പെട്ടതുണ്ട്. ഈ ശത്രുക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്തിട്ടാണ് 25 വർഷമായിട്ട്, ജനകീയ വോട്ടെടുപ്പിലൂടെ ഒന്നും അല്ല പുടിൻ അവിടെ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ ശത്രുക്കളെ മുഴുവൻ ഇല്ലാതാക്കി പ്രധാനമന്ത്രിയായും പ്രസിഡൻ്റായും മാറിയും മറിഞ്ഞും ഒക്കെ പുള്ളിക്കാരൻ 25 വർഷമായിട്ട് റഷ്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. റഷ്യക്ക് ഈ കാലയളവിൽ കാര്യമായ പുരോഗതിയും അന്താരാഷ്ട്ര തലത്തിലുണ്ടായിട്ടുണ്ട്. ഈ സ്പ്ലിറ്റായി പോയിട്ടുള്ള മറ്റ് ഭാഗങ്ങളെല്ലാം നിസ്സാരന്മാരായി പോകുമ്പോഴത്തേക്ക് റഷ്യ അതിൻ്റെ പഴയ പ്രതാപത്തിൽ നിൽക്കുന്നതിനൊരു കാരണം പുടിനാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ശത്രുക്കളെ ഏത് രീതിയിലും ഉന്മൂലനം ചെയ്യുന്ന ഒരു രീതി, ഇത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു രീതിയാണ്. ഉന്മൂലന സിദ്ധാന്തം അവരുടെ ഒരു സിദ്ധാന്തമാണ്, സ്റ്റാലിൻ്റെയൊക്കെ ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഏത് രീതിയും ചെയ്യുമെന്നുള്ള രീതിക്കുള്ള ഒരു ധാരണ ഉണ്ടാകുമ്പോൾ പുടിൻ്റെ ഹസ്തദാനത്തിന് ശേഷം പെട്ടെന്ന് ട്രംപിനുണ്ടായ ഒരു അസുഖത്തെ പറ്റിയിട്ട്, പ്രത്യേകിച്ചും ആ ഹസ്തദാനം ചെയ്ത കൈക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് പല ഊഹാപോഹങ്ങളും ഉണ്ട്. പർപ്പസായിട്ട് ചെയ്തതാണ് ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വെറും എന്താ പറയുന്നത്, ഊഹക്കച്ചവടക്കാർ പറയുന്ന മാതിരി ഉള്ള സംസാരങ്ങളാണ്. കോൺസ്പിറസി തിയറീസാണ് വരുന്നത്. കോൺസ്പിറസികൾ പറയുന്നുണ്ട് പുടിൻ ഹസ്തദാനം കൊടുത്തപ്പോഴത്തേക്ക് തിരിച്ചൊരു കൈ മടക്കിയിട്ട് ഹസ്തദാനം കൊടുത്ത് വളരെ ഊഷ്മളമായ ഹസ്തദാനമാണ് കൊടുത്തത്, അതിനുശേഷമാണ് ആ കൈക്ക് കുഴപ്പമുണ്ടായെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം പറയുകയാണെങ്കിൽ അപ്പോൾ മറ്റേ കൈക്ക് എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ഹസ്തദാനത്തിലൂടെ ഇതിങ്ങനെ കെമിക്കൽ കാര്യം, അവർ ഈ പൊളോണിയം ന്യൂക്ലിയർ കെമിക്കലും പിന്നെ ഒത്തിരി കെമിക്കൽ വാർഫെയറിൽ ലോകത്ത് തന്നെ റഷ്യയും ചൈനയാണ് കെമിക്കൽ വാർഫെയറിൽ ഏറ്റവും കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വാർഫെയറിൻ്റെ ഏറ്റവും വലിയ ഉപജ്ഞാതാക്കൾ അവരാണ്. കാര്യം അമേരിക്കയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഒരുപാട് റെഗുലേറ്ററി പ്രോബ്ലംസ് ഉണ്ട്. അവർക്ക് സെനറ്റിനൊക്കെ വിളിച്ച് ചോദിക്കാനും ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാനും ഒക്കെ ഉള്ള അമേരിക്കയിൽ അങ്ങനെയുള്ള കുറച്ച് ജനാധിപത്യം ഉള്ളതുകൊണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെ സാധിക്കും. റഷ്യയിലും ചൈനയിലും ഒന്നും ഇത്തരം ചോദ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഭരണകൂടത്തിന് ഇഷ്ടമുള്ള രീതിയിൽ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കാം. ഇതിനൊക്കെ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അവരെ കെമിക്കൽ വെപ്പൺസിൽ അവരെ റിസർച്ച് നടത്തുന്നത്. അല്ല, അങ്ങനെ ഒരു രാഷ്ട്രത്തലവൻ
ഇല്ല, ഇതൊരു കോൺസ്പിറസി തിയറി മാത്രമാണ് സാർ. അതുകൊണ്ട് അടിസ്ഥാനത്തിൽ ചോദിക്കുക, അങ്ങനെ ഒരു രാഷ്ട്രത്തലവൻ ചെയ്യുമ്പോൾ ആ രാഷ്ട്രത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ തന്നെയും ഈ അവരുടെ എതിരാളികളെ മുഴുവൻ കൊന്ന രാജ്യം എന്നുള്ള രീതിക്ക് റഷ്യക്ക് പ്രത്യേകിച്ച് വിശ്വാസ്യതയൊന്നും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലില്ല. ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു മതിപ്പോ അല്ലെ പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന ഒരു മതിപ്പൊന്നും ഇപ്പം റഷ്യക്ക് അവകാശപ്പെടാനില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ തന്നെയാണ്. അവരെ ഇല്ലാതായ്മ ചെയ്യുന്നതാണ് വിജയം. നരേന്ദ്രമോദിയും പുടിനുമായിട്ട് കാറിലിരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് പേടിയൊക്കെ തോന്നി. ഇവരൊന്നും അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയ കാര്യമല്ല. അതാണ് ഇപ്പം പുടിൻ വന്നപ്പോഴത്തേക്ക് പുടിൻ്റെ ടോയ്ലറ്റ് വേസ്റ്റ് വരെ കളക്ട് ചെയ്തവർ തിരിച്ചു കൊണ്ടുപോയി എന്നാണ് അവർ പറയുന്നത്. അതും കോൺസ്പിറസി തിയറിയാണ്. അതുവരെ അവർ കളക്ട് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത്. അതൊക്കെ അവർ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ സാറ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. നെഹ്റു കുടുംബത്തിന് വെളിയിൽ നിന്ന് വന്നിട്ട് പ്രഗത്ഭനായ ഒരു ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം റഷ്യയിലെ ഈ സമാധാന കരാർ ഒപ്പുവെച്ച രാത്രിയിൽ മരണപ്പെടുകയുണ്ടായി. അതിനെ പറ്റിയിട്ട് അവർക്ക് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രത്തലവനെന്നുള്ള രീതിയിൽ വേണ്ട മെഡിക്കൽ സജ്ജീകരണങ്ങളൊന്നും അവിടെ കൊടുത്തില്ല എന്നും അതൊരു ദുരൂഹ മരണമായിട്ട് തന്നെ ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവശേഷിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ചുരുളഴിയാൻ ഒരുപാടുണ്ടെന്നല്ല? ഉണ്ട്. റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിനകത്ത് തന്നെ രഹസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇദ്ദേഹം ഒരു ക്ലാസിഫൈഡ് സ്പൈയും കൂടെ ആയ സ്ഥിതിക്ക് അവർക്കൊക്കെ ഇതൊക്കെ വളരെ ചെറുതായിട്ട് അറിയാമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ റഷ്യയിൽ ഉള്ളതുപോലെ തന്നെ ഈ കെമിക്കൽ വെപ്പൺസ് മൊസാദ് ഉപയോഗിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് കടം വാങ്ങിയാണോ അല്ലെങ്കിൽ റഷ്യക്ക് പാരലായിട്ട് റഷ്യയും ഒരുപാട് കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കുന്നത് മൊസാദിനെതിരായിട്ടും നേതാക്കൾക്കെതിരായിട്ടും ഒക്കെ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ അവർ പല കെമിക്കൽസും കലക്കി പാലസ്തീനികളെ കൊല്ലുന്നു എന്ന് ഇവിടുത്തെ പാലസ്തീൻ മോങ്കറിങ് ആൾക്കാർ പറയുന്നുണ്ട്. ശരിയായിരിക്കാം, ഒരു പരിധിവരെ അവർ അത്തരം മാർഗങ്ങൾ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ട്രംപിൻ്റെ ശരീരത്തിൽ ഇത് കിരണങ്ങൾ കയറിയിട്ടുണ്ട് എന്നാണ് പറയുന്നതല്ലേ? ഞാൻ പറഞ്ഞില്ലേ, കോൺസ്പിറസി തിയറിയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നമ്മൾ ഒരാളെ കണ്ടതിന് ശേഷം അതിന് ശേഷം പെട്ടെന്ന് അയാൾക്കൊരു അസുഖം വരികയും പിന്നെ അയാൾ പുറത്ത് വരാതിരിക്കുകയും ആ ഒരു കോൺസ്പിറസി തിയറി ആൾക്കാർ വരുന്നില്ല. പക്ഷേ വൈസ് പ്രസിഡന്റ് ഇവാൻസ് ഞാൻ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആവാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ദുരന്തം നമ്മൾ ഫോർസ് ചെയ്യുന്നുണ്ട്. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് സാറ് നേരത്തെ പറഞ്ഞ പോലെ 15-20 ദിവസമായിട്ട് അദ്ദേഹം പബ്ലിക് ഫംഗ്ഷനിലൊന്നും കാണുന്നില്ല എന്നുള്ളതും ലോക നേതാക്കളൊന്നും കാണുന്നില്ല എന്നുള്ളതും ഒക്കെ ഒരു ചെറിയ ട്രംപിനെ പോലുള്ള ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അത് വളരെ ആക്റ്റീവാണ്. 79 വയസ്സിലും പുള്ളിക്കാരൻ വളരെ ആക്റ്റീവാണ്. പക്ഷേ അദ്ദേഹം അതിബുദ്ധിമാനും കൂടെ അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഈ ഹസ്തദാനത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. അതെ, നമ്മളെപ്പോഴും അപ്രതീക്ഷിതമായ സമയത്ത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് വിജയത്തിൻ്റെ ഒരു തന്ത്രം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ്. ഇപ്പം സാറ് തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വാജ്പേയി പാകിസ്ഥാനിൽ പോയി കരാറൊക്കെ ഒപ്പിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കാർഗിലിൽ എന്ത് ചെയ്യണമെന്ന് പർവേസ് മുഷറഫ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിങ് ആലോചിച്ച് പോകണം. നമ്മളവിടെ പോയി വാഗാ ബോർഡറിൽ പോയി ബസ്സിലൊക്കെ പോയി കരാർ സൈൻ ചെയ്ത് ഹസ്തദാനം ചെയ്തൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ അടി തുടങ്ങിയില്ലേ? അവരെ പ്ലാനിങ് ഇത് 1-2 മാസം കൊണ്ടുള്ള പ്ലാനിങ് അല്ലല്ലോ. അപ്പം ഒരു സൈഡിൽ കൂടെ സൗഹൃദത്തിൻ്റെ ഹസ്തദാനവും പുറകിൽ കൂടെ കത്തിയും ഇത് തന്നെ കണ്ടിട്ട് ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കും പുറകെ ഒരു കത്തിയും കൂടെ വെച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം മറ്റേ കയ്യിൽ എന്തായിരുന്നു എന്ന് നമുക്കറിയത്തില്ല. അല്ലെ, ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഉണ്ട് എന്ന് ലോകത്ത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ റഷ്യക്ക് ചിലപ്പോൾ ലോകരാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് ചിലപ്പോൾ ഒരു യുദ്ധം പോലും പുറപ്പെടാൻ ഇത് മതി. ഒരു യുദ്ധം പോലും പുറപ്പെടാനുള്ള ഒരു രീതിയാണ്. കാര്യം അമേരിക്കയിലെ ജനത റഷ്യയെ ഒട്ടും സഹിക്കത്തില്ല. അവരുടെ ഒരു ടോളറൻസ് ഉണ്ട്. ഇത് അങ്ങനെയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടൊന്നും കാണത്തില്ല. കാര്യം ഈ കെമിക്കൽ ഉപയോഗിച്ചുള്ള മരണങ്ങളുടെ രീതി അങ്ങനെയാണ്. ഇതിനകത്ത് തിരിച്ച് പിന്നീട് പ്രൂഫൊന്നും കാണാൻ സാധിക്കത്തില്ല. വളരെ വളരെ നിസ്സാരമായിട്ടുള്ള പ്രൂഫ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസ് കാര്യം ഇത് റിവീൽ ചെയ്ത് ഇങ്ങനെയാണെന്ന് സമ്മതിക്കുന്നത് അമേരിക്കയ്ക്ക് നഷ്ടമാണ്, നാണക്കേടുമാണ്, പിന്നെ ലോക സമാധാനത്തിനൊരു പ്രശ്നമാണ്. വേറൊരു പ്രസിഡന്റ് വന്നിട്ട് ആ രീതിയിൽ ഉപരോധങ്ങളും മറ്റും ഏർപ്പെടുത്തിയാൽ മതിയായിരിക്കാം. എന്താണ് ശരീരത്തിൽ അങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണമല്ലോ. അത് പരിഹരിക്കാനുള്ള അതിൻ്റെ ആൻറ്റി പോയിസൺ അവരിൽ തന്നെ കാണുള്ളൂ. ഓരോ കെമിക്കൽ ആയുധത്തിനും മറുമരുന്ന് അവരിൽ തന്നെയാണുള്ളത്. അവർ മറുമരുന്ന് ഇത് രണ്ടും കൂടി ഒരുമിച്ച് കണ്ടുപിടിക്കുന്നത്. എന്നാലേ അവർക്ക് പ്രയോഗിക്കാൻ പറ്റും. നമ്മൾ പറയുന്ന ചൊല്ലുണ്ടല്ലോ, ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പ് അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. മൊസാദ് മുമ്പൊരിക്കൽ ഇങ്ങനെ ഒരു
വ്യക്തിയെ, ഹമാസിൻ്റെ ഒരു നേതാവിനെ പോയിസൺ ചെയ്തപ്പോഴത്തേക്ക് ജോർദാനിയൻ രാജാവ് ഇടപെട്ട് ഇതിൻ്റെ ആൻറ്റി പോയിസൺ കൊണ്ടുവന്ന് അയാളെ കുത്തിവെച്ച് രക്ഷപ്പെടുത്തിയ ഒരു ചരിത്രം നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യം, അസംഭവ്യമായ ഒരു കാര്യമൊന്നുമല്ല. കോൺസ്പിറൻസി ആണെങ്കിൽ പോലും ഇത് അസംഭവ്യമായ ഒരു കാര്യമല്ല. അപ്പോൾ എന്തായാലും ട്രംപ് തിരശ്ശീലയ്ക്ക് പുറത്തേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കാം. വരില്ല എന്നുള്ളതാണ് ഇവാൻസിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം അത്രയും ഉറപ്പില്ലെങ്കിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പോലുള്ള ഒരാൾ ഇങ്ങനെ ഒരു വാക്ക് പറയത്തില്ല. ചിലപ്പം അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അസുഖമായിരിക്കാം, എന്തെങ്കിലും ഒരു സീരിയസ് അസുഖമോ ക്യാൻസറോ വേറെ എന്തെങ്കിലും ആയിട്ട്. ഈ പാച്ചസും ക്യാൻസറുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ചിലപ്പോൾ സീരിയസ് ക്യാൻസറിൻ്റെ ഒരു എക്സ്പ്ലോയിറ്റ് ആയിട്ടാണ് ഇത് പുറത്തേക്ക് വന്നതാണെങ്കിൽ, ചിലപ്പോൾ അതിൻ്റെ എക്സ്പോസർ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയിൽ മെഡിക്കൽ സയൻസ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇത് ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ ഒരു പരിധിവരെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചികിത്സയ്ക്ക് ഫോർത്ത് സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് പോലുള്ള ഒരാൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൈദ്യപരിശോധനയ്ക്കൊക്കെ വിധേയനാവുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യം പാടാണ്. ഇടയ്ക്ക് പുള്ളിക്കാരൻ നടക്കുന്നതിനകത്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ആരോഗ്യത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് അങ്ങനെയുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഒരു ഡിസപ്പിയറൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ആൾക്കാർക്ക്. എന്തായാലും അലാസ്ക സമ്മിറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് നമ്മൾ മാറി. നമ്മളൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് രാത്രിയൊക്കെ നോക്കിയായിരുന്നു അലാസ്കയിൽ എന്ത് സംഭവിക്കും. നോക്കുമ്പോഴത്തേക്ക് പുടിൻ വരുമ്പോഴത്തേക്ക് ട്രംപ് കൈയടിച്ച് സ്വീകരിക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന മുഖം നമ്മൾ പിന്നെ കണ്ടിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.